الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا صلى الله عليه وسلم عبده ورسوله الذي بلغ الرسالة وأدى الأمانة وجاهد في الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الإخوة والأخوات أوصيكم بتقوى الله فإن التقوى ملاك كل شيء فإن الله جل وعلا أعد للمتقين أجرا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം ജീവിതത്തിലുടനീളം പാലിച്ച് യഥാർത്ഥ വിശ്വാസിയായി മുത്തഖിയായി ജീവിക്കണേ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നാമേവരെയും അവനിഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിതം നയിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത് അല്ലാഹു അവതരിപ്പിച്ച അവൻ്റെ മഹനീയമായ ഖുർആനാണ്. ഖുർആൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പള്ളികളിൽ ഷോക്കേസുകളിൽ കിടക്കുന്ന, അട്ടിയായി കിടക്കുന്ന ആ ഗ്രന്ഥമല്ല. യഥാർത്ഥത്തിൽ ആ ഗ്രന്ഥത്തിൻ്റെ ഉള്ളറകളിൽ ചില ആശയങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ ഖുർആൻ വേണ്ടത്ര മനസ്സിലാക്കി ജീവിതം നയിക്കാത്തവരാണ് ഏറെക്കുറെ ആളുകൾ. ഖുർആനിനെ അതിൻ്റെതായ രൂപത്തിൽ സമീപിക്കാത്തവരും പരിഗണിക്കാത്തവരും കുറവല്ല. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത്
മനുഷ്യരാശിക്കാകമാനം വഴികാട്ടുന്ന സമഗ്രമായ ഒരു ഗ്രന്ഥമാണ്. ജീർണിച്ചു പോയ ഒരു സമൂഹത്തിന്റെ വിശ്വാസപരവും സദാചാരപരവും സാംസ്കാരികവുമായ പരിവർത്തനമായിരുന്നു ഖുർആനിന്റെ ആത്യന്തിക ലക്ഷ്യം. ഖുർആനിൽ ഒരു മനുഷ്യനോ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ഒരു സമൂഹത്തിന്റെ സമഗ്രമായ ജീവിത പദ്ധതിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ മതപരം, സാംസ്കാരികം, ധാർമ്മികം, സാമ്പത്തികം, സാമൂഹികം, വൈജ്ഞാനികം, രാഷ്ട്രീയം എന്നീ തുറകളിൽ ലോകത്തിന് മാർഗദർശനം നൽകാൻ ഖുർആന് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഗ്രന്ഥമാണ്. ഖുർആനിന് തുല്യമായ ഒരു ഗ്രന്ഥം ഇതുവരെ അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ വേണ്ടി ചിലതൊക്കെ സൃഷ്ടിച്ചു എന്നല്ലാതെ ഭൂമിയിൽ ഇതുവരെ ഖുർആനിന് തുല്യമായ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നതുമായ ഒരു ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഒരു വിഭാഗം അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഖുർആനാണെങ്കിൽ യഥാർത്ഥമായ വഴികാട്ടിയാണെന്ന് പറയുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ എന്ന് പറയുന്നത് നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഹിയ അഖ്വം, അത് ഋജുവായ മതമാണ്, ഋജുവായ വഴിയാണ്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്. സൽക്രമങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് ബൃഹത്തായ പ്രതിഫലമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ ഒരുപാട് പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഖുർആൻ അനുഗ്രഹീതമാണ്, ഖുർആൻ സന്മാർഗമാണ്, ഖുർആൻ വെളിച്ചമാണ്, നൂറുൻ അലാ നൂർ. ഖുർആൻ മഹത്തായ ഗ്രന്ഥമാണ്. ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുർആനെ പറ്റി ബുഷ്റ എന്ന് പറയുന്നുണ്ട്, ഹുദ എന്ന് പറയുന്നുണ്ട്, മജീദ് എന്ന് പറയുന്നുണ്ട്. അത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിന് തുല്യമായിട്ട് ഇന്നേ വരെ ലോകത്ത് ഒരു ഗ്രന്ഥവും വന്നിട്ടില്ല. നമുക്കറിയാം, ഖുർആൻ ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ അറബികളെ വെല്ലുവിളിക്കുന്ന ഒരുപാട് ഖുർആനിനെ വെല്ലുവിളിക്കുന്ന ധാരാളം അറബി അറിയുന്ന ഒരുപാട് ആളുകളൊന്നുണ്ടായിരുന്നു. സമർത്ഥരായ, അറബിയിൽ അങ്ങേയറ്റം കഴിവുള്ള ഒരുപാട് ആളുകൾ ഈ ഖുർആനിന് തുല്യമായ ഒരു ഗ്രന്ഥം വരാൻ വേണ്ടി അല്ലാഹു വെല്ലുവിളിച്ചപ്പോൾ, ഖുർആൻ എന്നല്ല നിങ്ങളൊരു സൂക്തം കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞപ്പോൾ, അവസാനമായിട്ട് ഒരു 10 ആയത്ത് പോലും ഈ ഖുർആനിന് തുല്യമായത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതിന് കഴിയാത്ത അറബികളായിരുന്നു. എന്നാൽ അറബികൾ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അത്രത്തോളം അഗ്രഗണ്യനായിരുന്നു. അതായിരുന്നു ഖുർആനിന്റെ ഭാഷാ ശൈലി. ആകർഷണീയമായ ശൈലിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന മുസ്ലിമായ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് വരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഒരുപാട് പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആനിൽ നിന്ന് ഏതാനും ആയത്തുകൾ വലീദ് ഇബ്നു മുഗീറക്ക് ഓതിക്കൊടുക്കുന്നു. വലീദ് ഇബ്നു മുഗീറ
അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് ഖുർആൻ കേട്ട വിവരം അബൂജഹൽ അറിയുന്നു. അങ്ങനെ അബൂജഹലിനോട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ വാക്ക് സാഹിത്യ സമ്രാട്ടുക്കൾ പോലും അവരുടെ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. وَإِنَّ لَهُ لَحَلَاوَةً وَإِنَّ عَلَيْهِ لَطَلَاوَةً وَإِنَّ أَعْلَاهُ لَمُثْمِرٌ وَإِنَّ أَسْفَلَهُ لَمُغْدِقٌ. വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ വാക്കാണ്. ആ ഖുർആനെ പറ്റി, ആ ഖുർആനൊരു മാധുര്യമുണ്ട്, ആ ഖുർആനൊരു സൗന്ദര്യമുണ്ട്, സൗരഭ്യമുണ്ട്. അതിന്റെ മേൽഭാഗം എന്ന് പറയുന്നത് ഫലവത്തായ ഒരു വൃക്ഷം പോലെയാണ്. അതിന്റെ മുരട് ഊന്നിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അത്രയും സുദൃഢമായ, ശക്തമായ, മഹനീയമായ, അർത്ഥഗർഭമായ ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം അവിശ്വാസിയായ വലീദ് ഇബ്നു മുഗീറ പോലും സമ്മതിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ മാസ്മരിക ശക്തി എത്രയാണ്! എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആൻ കൊണ്ട് എത്രയെത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഇലക്ട്രിക് എഞ്ചിനീയർ ആയിരുന്ന ആർത്തർ എലിസൺ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം സൂറത്തു സുമറിലെ 42-ാമത്തെ വചനം കേട്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. അവിടെ പറയുന്നുണ്ട്, 2 മരണമുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ 2 മരണം എന്ന് പറയുന്നത്, ഒന്ന് യഥാർത്ഥത്തിലുള്ള മരണവും ഒന്ന് മനുഷ്യൻ ഉറങ്ങുന്ന സമയത്തുള്ള മരണവും. ഈ മരണത്തെപ്പറ്റി ഗവേഷണം ചെയ്ത് ഒരു സത്യത്തിൽ എത്തിയതോടുകൂടെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ, ബ്രൗൺ എന്ന് പറയുന്ന സാഹിത്യക്കാർ, ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം എന്ന് പറയുന്ന സൂറത്തുൻ നൂറിലെ 40-ാം വചനം അത് കേട്ടിട്ടാണ്, അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു എന്നിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അങ്ങനെ അർത്ഥം അറിഞ്ഞും പാരായണം ശ്രവിച്ച് അതിന്റെ മധുരമനയിൽ ലയിച്ചും ഒരുപാട് ശാസ്ത്രകാരന്മാരും മനുഷ്യരും ചിന്തകന്മാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന് ഖുർആനിന് സാധിച്ചിട്ടുണ്ട്, മറ്റുള്ള ഗ്രന്ഥങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് എന്നെന്നും സംരക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. അത് മനുഷ്യന്റെ ഹൃദയങ്ങളിലൂടെ അത് പ്രബോധനം ചെയ്തും അത് പഠിച്ചും പഠിപ്പിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിച്ചവരുമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മരിച്ചു ചെന്ന് പരലോകത്ത് യാത്രയാക്കപ്പെടുമ്പോൾ ആ ഓരോ പ്രവാചകന്മാരും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്കെതിരായും കൊണ്ട് പറയുന്ന ഒരു രംഗം, وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا. പ്രവാചകൻ പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ഖുർആൻ എന്ന് പറയുന്നത് അവർ ഒഴിവാക്കിയിരിക്കുന്നു. അതിനെ ഓതാതെ, അത് പഠിപ്പിക്കാതെ, അതിലുള്ളത് ചിന്തിക്കാതെ, അതിലുള്ളത് കർമ്മപദത്തിൽ എടുക്കാതെ അവരെങ്ങനെ ജീവിക്കുകയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനുള്ള കാലത്തോളം ലോകത്ത് ഒരിക്കലും അതിനെ, ഇസ്ലാമിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഇവിടെ നമുക്കറിയാം, ഉസ്മാനിയ ഖലീഫയായിരുന്ന, അവസാനത്തെ ഉസ്മാനിയ ഖലീഫയായിരുന്ന അബ്ദുൽ ഹമീദ് സാനി, അദ്ദേഹം പറയുകയാണ്, ലഉബർഹിനന്ന ലിൽആലമി ബിഅന്നൽ ഖുർആന ശംസുൻ മഅനവിയ്യത്തുൻ ലാ യഖ്ബു സനാഹാ വലാ യുംകിനു ഇത്ഫാഉ നൂരിഹാ എന്നാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം, ഖുർആൻ ഇവിടെ ഉള്ള കാലത്തോളം
ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യനെ പോലെ ഖുർആൻ ഉള്ള കാലത്തോളം അതിന്റെ പ്രകാശം കെടുത്താനോ അതിന്റെ ജ്വാലകൾ ഇല്ലാതെയാക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നാണ്. അതാണ് ആ ഖുർആനിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ലോകത്തുലനീളം ഖുർആനിനെതിരെ ഇസ്ലാമിനെതിരെ ഇസ്ലാമോഫിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ ലോകത്തുള്ളത്. എന്നാൽ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് കോളോണിയൽ മന്ത്രി പറയുകയുണ്ടായി, മുസ്ലിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉള്ള കാലത്തോളം ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല, അവരെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ്. എന്നാണ് ഖുർആൻ മുസ്ലിങ്ങളുടെ കയ്യിലുള്ള കാലത്തോളം അവരെ ഭരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വെളിച്ചമാണ്. നമുക്കറിയാം, മറ്റുള്ള ഗ്രന്ഥങ്ങളെ പോലെയല്ല. ഖുർആൻ വായിച്ചാലും അത് പഠിച്ചാലും പ്രതിഫലമുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ഹസന. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരാൾ ഒരക്ഷരം ഉരിയാടിയാൽ അവനൊരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. നന്മക്ക് 10 ഇരട്ടിയാണ് ഇസ്ലാമിൽ പ്രതിഫലം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ. ഖുർആനിൽ നിന്ന് അലിഫ് ലാം മീം എന്ന ഒരു വാക്ക് ഉച്ചരിച്ചാൽ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, മൗലിദ് ഗ്രന്ഥങ്ങളിലുള്ള അലിഫ് ലാം മീം എന്നല്ല, മറ്റ് ഏതെങ്കിലും പാളക്കിതാബുകളിലുള്ള അലിഫ് ലാം മീം അറബി അക്ഷരങ്ങളല്ല, ഖുർആനിൽ നിന്ന് അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും അലിഫ് ലാം മീം എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് 30 ഇരട്ടി പ്രതിഫലമാണെന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരു അക്ഷരമല്ല, അത് 3 അക്ഷരമാണ്. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു അക്ഷരം, ലാം വേറൊരക്ഷരം, മീം മറ്റൊരക്ഷരം. അത് ഓരോ അക്ഷരത്തിനും 10 ഇരട്ടിയാണ്. അത് 3 അക്ഷരം ഖുർആനിൽ നിന്ന് ആരെങ്കിലും ഉരിയാടിയാൽ അവന് 30 പ്രതിഫലമാണ് കിട്ടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്ന് പറയുന്നത് ബൃഹത്തായ ഗ്രന്ഥമാണ്. മനുഷ്യരല്ലാത്ത സൃഷ്ടികൾ പോലും ഖുർആനിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ്, നമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിന്റെ അവസാനം പറയുന്നുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ. ഞാൻ ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മേലെയാണ് അവതരിപ്പിച്ചതെങ്കിൽ ആ പർവ്വതം പോലും വിനീതമായിട്ട് അതിനെ ഏൽക്കുമായിരുന്നു എന്നാണ്. വിനീതമാകും, വിനീത രൂപത്തിലായിരിക്കും ആ പർവ്വതത്തിന്റെ സ്വഭാവം. കാരണം വലിയ സൃഷ്ടിയാണല്ലോ, അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയാണ് പർവ്വതം. ആ പർവ്വതത്തിന്റെ മേലെയാണ് ഈ ഗ്രന്ഥത്തെ ഞാൻ ഇറക്കിയതെങ്കിൽ ആ പർവ്വതം അത് പൊട്ടിപ്പിളർന്നു പോകുമെന്നാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം പൊട്ടിപ്പിളർന്നു പോകും എന്നാണ് ഖുർആൻ പറയുന്നത്. ആ വലിയ പർവ്വതത്തെ പൊട്ടിക്കാൻ കരുത്തുള്ള ഖുർആൻ നമ്മുടെ ഹൃദയത്തെ പൊട്ടിക്കുന്നില്ല, നമ്മുടെ ചിന്തയെ അത് ഭേദിക്കുന്നില്ല, നമ്മുടെ ചിന്തകൾക്ക് അത് മാറ്റം വരുത്തുന്നില്ല. പർവ്വതങ്ങൾ പോലും പൊട്ടിപ്പിളരുമ്പോൾ അല്ലാഹുവിനോടുള്ള ഭയവും അതുപോലെ തന്നെ പേടിയും കാരണം പൊട്ടിപ്പിളരുമ്പോൾ എന്നും വായിച്ചും പഠിച്ചും ഗ്രഹിച്ചും കൊണ്ടിരിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്ന് പറയുന്നത് എന്തെല്ലാം സംഭവങ്ങളാണ് അതിൽ പറയുന്നത്.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് അറിയാത്ത കാര്യങ്ങൾ വരെ ഖുർആനിലൂടെയാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തത്. തിൽക മിൻ അംബാഇൽ ഗൈബ്, ആ വാർത്തകൾ അദൃശ്യമായ വാർത്തകളാണ്. നൂഹിഹാ ഇലൈക്, നിന്നിലേക്ക് ഞാൻ വഹയി നൽകുകയാണ്. മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ൽ, നിനക്ക് മുമ്പ് നീയോ നിന്റെ സമൂഹമോ അറിഞ്ഞിരുന്നില്ല. എന്താണ് സംഭവം? ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അല്ലാഹു പറയുകയാണ്, ഒരുപാട് നൂഹ് നബിയുടെയും മൂസയുടെയും ഇബ്രാഹിമിന്റെയും ചരിത്രമൊക്കെ ഖുർആൻ അറിയാത്ത കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയിച്ചു കൊടുത്തത് ഖുർആനിലൂടെയാണ്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് അദൃശ്യമായ കഴിഞ്ഞു പോയതും വരാതിരിക്കുന്ന വാർത്തകൾ പറയുന്നുണ്ട്, അല്ലെ, കർമ്മങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന വിഷയം ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് ആരെയും പങ്കു ചേർക്കരുത് എന്ന അടിസ്ഥാന തത്വമാണ് ഖുർആൻ ഇന്ന് വരെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പിടിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ. ഖുർആൻ പാരായണം ചെയ്യണം, അത് പഠിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഖുർആൻ പഠിച്ചാൽ അത് മറക്കരുത്. ഖുർആൻ ബൈഹാത്താക്കണം. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ എങ്ങനെ വരണം, അത് പഠിക്കാൻ സന്മനസ് കാണിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഉത്തമരിൽ നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على رسولك محمد وعلى آله وأصحابه وسلم تسليما كثيرا. اتقوا الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരന്മാരെ, നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ മഹല്ലുകളിൽ ഖുർആൻ പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് ആളുകൾ പിന്നാക്കം നിൽക്കുന്നത്? ആ ഖുർആനോട് നമ്മളൊക്കെ ഖുർആനും സുന്നത്തും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ആ ഖുർആൻ പഠിക്കാൻ വിമുഖത കാണിക്കുന്നവരാണ് മഹാഭൂരിഭാഗം ആളുകളും. ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ക്ലാസുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 10 ആയത്തുകൾ പഠിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ സഹാബി 10 ആയത്ത് പഠിച്ചാൽ ആ ആയത്തിന്റെ അർത്ഥവും അത് ജീവിതത്തിൽ പകർത്തിയിട്ട് മാത്രമാണ് അതിന്റെ അപ്പുറമുള്ള ആയത്തുകൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ കുറെ ആയത്തുകൾ പഠിക്കും, അതിന്റെ ആശയം മനസ്സിൽ സൂക്ഷിക്കും എന്നല്ലാതെ സഹാബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹാബി ഖുർആനിന്റെ ആശയം പഠിച്ചാൽ, ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ 10 ആയത്തോ പഠിച്ചാൽ ആ ആയത്തിന്റെ ആശയം ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം മാത്രമാണ് മറ്റായത്തുകൾ പഠിക്കാൻ മുതിരുകയുള്ളൂ എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഖുർആൻ പഠിച്ച ആളുകളെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖബറിൽ മുന്തിച്ചിരുന്നു എന്നാണ്. ഉഹദിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികളിൽ ഖുർആൻ ബൈഹാത്താക്കിയ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ ഖുർആൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഇഫ്ലാക്കിയ ആളുകളെ ആയിരുന്നു ലഹദിൽ അവരെ മറമാടിയിരുന്നത് എന്നാണ്. അപ്പൊ ഖുർആൻ പഠിച്ച ആളുകൾക്ക് പ്രാധാന്യമുണ്ട്, ഖുർആൻ ബൈഹാത്താക്കിയ ആളുകൾക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ മഹല്ലിൽ ഖുർആൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുർആൻ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്.
പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമാണ് അതിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും ഖുർആൻ പഠിക്കാൻ വരണം. നമുക്കറിയാം, അള്ളാഹു ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് പഠിച്ചാൽ, ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾ അതിനോട് വിമുഖത കാണിക്കുന്നത്? അല്ലെ, മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ടൈം കണ്ടെത്തുന്നു. പല ആവശ്യങ്ങൾക്കും പല ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കുന്നു. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, അതിൽ നമ്മൾ പങ്കെടുക്കുന്നു. ക്ഷണിക്കാതെ പൈസ കൊടുത്തിട്ട് വരെ പങ്കെടുക്കുന്ന ഒരുപാട് വേദികളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ ഒരായത്ത് പഠിക്കാൻ ജീവിതത്തിൽ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും ഒരു മാറ്റമുണ്ടാവാൻ എന്തുകൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ മഹല്ലിലേക്ക് വരുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ മക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും പ്രായപൂർത്തി ചെന്ന എല്ലാവരെയും, നമ്മളൊക്കെ ഖുർആൻ പഠിക്കൽ എപ്പോഴാ? പ്രായം ചെന്നതിന് ശേഷമാണ്. 15 വയസ്സ് മുതൽ പഠിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, അർത്ഥം മനസ്സിലാക്കേണ്ട പ്രായത്തിൽ പഠിക്കുന്നില്ല. മരിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സമയം കിട്ടാതെയാണ് നമ്മൾ മരിക്കുന്നത്. ഖുർആൻ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ സമയം കിട്ടാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നത്. പക്ഷേ 15 വയസ്സുള്ള കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ആ പ്രായത്തിൽ പഠിച്ചാൽ അവരുടെ ജീവിതം ഏകദേശം ഖുർആനികമായ ജീവിതമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിർബന്ധമായിട്ടും അതൊരു നിർബന്ധമായ ഒരു പഠനമായി കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ് എവിടെയാണോ അവിടെയൊക്കെ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കണം. അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആഖിറത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് ഓർത്ത് നാം അതിൽ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു കുറ്റപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെ അല്ലാഹു ബർസഖിയായ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ ദൂരീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഫലസ്തീനിലും അതുപോലെ തന്നെ യമനിലും സിറിയയിലും ഇറാഖിലുമെല്ലാം വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ തണലേഖനെ പടച്ചവനെ. അല്ലാഹുവേ, അവർക്ക് എന്റെ കരുണ നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അവരിൽ കൊല്ലപ്പെടുന്നവരെ നീ രക്തസാക്ഷിത്വത്തിന്റെ ഗണത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹുവേ. അവരുടെ ആയുധങ്ങളെ നീ നിർവീര്യമാക്കണേ, നിഷ്പ്രഭമാക്കണേ പടച്ചവനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومهواهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. استغفر الله العظيم لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.